2005 ഉത്തരമേഖല IG ആയിരുന്ന TP സെൻകുമാറാണ് അന്വേഷണത്തിന് വീണ്ടും ഉത്തരവിടുകയും ചെയ്തത്. ശ്രീ സെൻകുമാർ, നിലവിൽ ഇപ്പോഴിതാ ആന്റണി രാജുവും ജോസും പ്രതികളാണ്, കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ നിമിഷത്തിൽ അങ്ങയുടെ പ്രതികരണം? ഇതൊക്കെ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഒരു പാളിച്ച കാണിക്കുന്നു, ഇൻക്ലൂഡിംഗ് പോലീസ് സൈഡ്, ഇൻക്ലൂഡിംഗ് കോടതി സൈഡ്. അതില് നമുക്ക് ഈ കേസ് 1990 സംഭവിച്ചതാണ്. അപ്പൊ ഇപ്പോഴും 36 വർഷമായി. ഈ കേസ് രജിസ്റ്റർ ചെയ്തത് 1994 അപ്പൊ 32 വർഷമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ട്. ഈ കേസ് 1994 മുതൽ 2005 വരെ അന്ന് ഇരുന്നിരുന്ന പല പോലീസ് ഉദ്യോഗസ്ഥരും ചവിട്ടിപ്പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അത് താഴെയുള്ള നോൺ IPS ഉദ്യോഗസ്ഥരല്ല, IPS ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പൊ കാരണം അത് പറയാൻ കാരണം അവര് പലരും എടുത്തു വെച്ചുകൊണ്ടാണ് ഈ കേസിൽ യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നത്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്റെ മേലെ ഒരു പ്രഷറും ഈ കേസിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. ഈ കേസിൽ ഞാൻ ഇടപെടാൻ കാരണം എന്ന് വെച്ചാല് ഇത് പോലീസിന്റെ മുഖത്തൊഴിച്ച കരിയോയലായിരുന്നു. കാരണം ഒരു കേസ് ഭംഗിയായി പിടിച്ച് അത് പ്രോസിക്യൂഷൻ നടത്തി ജില്ലാ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട് ഹൈക്കോടതിയിൽ ചെല്ലുന്ന സമയത്താണ് അതിന്റെ തൊണ്ടി മുതലായിട്ടുള്ള ഷഡ്ഡി ഇടുമ്പോൾ അത് ഒരു കാലിൽ പോലും കയറാത്ത വിധത്തിൽ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണപ്പെടുകയും ആ ഉദ്യോഗസ്ഥനെതിരെ സിവിയറായിട്ട് ഹൈക്കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തത്. ആ ഉദ്യോഗസ്ഥൻ എനിക്കറിയുന്ന ജയമോഹൻ എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള എന്റെ കൂടെ കൊല്ലം ജില്ലയിലെ SI ആയിട്ട് ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുകയും അതിനെതിരെ അപ്പീൽ പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം സുപ്രീം കോടതി പോയി. അതിനുശേഷം കേരള ഹൈക്കോടതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് വിജിലൻസ് ഇത് ഇത് മാനിപ്പുലേഷൻ എല്ലാം കണ്ടെത്തിയതിനു ശേഷം തിരുവനന്തപുരം ജില്ലാ ജഡ്ജിനോട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം രജിസ്ട്രാറെ കൊണ്ട് ഈ കേസിൽ നടപടിയെടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1994 ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. 94 മുതൽ 2005 വരെ ഈ കേസ് ഒതുക്കി വെച്ചു. 2005 ഞാൻ വന്നപ്പോ ഈ കേസ് ടേക്കപ്പ് ചെയ്തു. അത് വക്കം പ്രഭ എന്ന് പറയുന്ന DYSPക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2014 മുതൽ ഈ കേസ് വീണ്ടും കോടതിയിൽ കിടക്കുകയാണ്. 2006 ചാർജ് ചെയ്ത കേസ് കോടതി മാറി മാറി വന്ന് 2014 അതിന്റെ മെമ്മോ ഒക്കെ വായിച്ച് കേൾപ്പിച്ചത്. പിന്നെ അവിടെ കിടന്നു. പിന്നെ അതിന്റെ പ്രയാണം ആരംഭിച്ചത് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒറ്റയ്ക്കുള്ള പ്രവർത്തന ഫലമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ കേസില് അഭിനന്ദനം അറിയിക്കുന്നത് ഒന്നാമതായിട്ട് അനിൽ ഇമ്മാനുവലോടും രണ്ടാമത് വക്കം പ്രഭുവോടുമാണ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ. ഇതിലെ പല ആൾക്കാരും മരിച്ചുപോയി, സാക്ഷികളൊക്കെ. അപ്പൊ 36 വർഷത്തിനിടയിൽ എന്തെല്ലാം സംഭവിക്കാമെന്ന് അറിയണം നമ്മള്. അപ്പൊ ഇതില് അനിൽ ഇമ്മാനുവൽ എടുത്തൊരു ഹെർക്കുലിയൻ ടാസ്കാണ്. അത് സാമാന്യ മാധ്യമ പ്രവർത്തകനല്ല, മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്ത് പുറത്തുപോകുക വരെ ചെയ്തു. അതിനുശേഷം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്തി. ഹൈക്കോടതിയിൽ 2-3 പ്രാവശ്യം കേസ് നടത്തി, സുപ്രീം കോടതിയിൽ കേസ് നടത്തി. അത് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ അദ്വിതീയമായിട്ടൊരു പ്രവർത്തനമാണ് അനിൽ ഇമ്മാനുവൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് അനിൽ ഇമ്മാനുവലിന് ഇരിക്കട്ടെ എന്റെ ബിഗ് സല്യൂട്ട്.